السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റമദാനിന് തൊട്ടു മുമ്പുള്ള ഷഅബാൻ മാസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഈ മാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, كان رسول الله صلى الله عليه وسلم يصوم حتى نقول لا يفطر ويفطر حتى نقول لا يصوم. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാസങ്ങളിൽ നോമ്പ് തുടർച്ചയായി എടുക്കും. അങ്ങനെ നമുക്ക് തോന്നിപ്പോകും ഈ മാസം ഒന്നാകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമെന്ന്. അത്രയും അധികം നോമ്പെടുക്കുന്ന മാസങ്ങളുണ്ട്. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാതെ പോകുന്ന മാസങ്ങളുമുണ്ട്. അങ്ങനെ തീരെ നോമ്പെടുക്കുകയില്ല, ഈ മാസം ഒട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയില്ല എന്നതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഒഴിവാക്കുന്ന മാസങ്ങളുമുണ്ട്. വമാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഇല്ലാ റമദാൻ. റമദാൻ അല്ലാതെ മറ്റൊരു മാസവും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല. വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. ശഅബാൻ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്ന മറ്റൊരു മാസവുമില്ല. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു മിൻ ശഹ്റിൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിലെ പോലെ അങ്ങ് മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശഹ്റുൻ തഗ്ഫുലു الناس ഫീഹി അൻ. ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ്. ബൈന റജബി വ ശഅബാൻ, ബൈന റജബിൻ വ റമദാൻ, റജബിനും റമദാനിനും ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിങ്കലേക്ക് പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ മാസത്തിൽ നോമ്പെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ്, പുണ്യകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. റമദാനിലെ നോമ്പ് നമുക്ക് എളുപ്പമാകാൻ ഈ മാസത്തിലെ നോമ്പ് സഹായിക്കുന്നതാണ്. ആളുകൾ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് പോലെ, ജനങ്ങൾ കുഴപ്പങ്ങളിലും ഫിത്നകളിലുമായിരിക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ, ആളുകൾ അശ്രദ്ധയിലായിരിക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക ശ്രേഷ്ഠമായ കാര്യമാണ്. അത് റമദാൻ അടുപ്പിച്ച് ശഅബാനിൻ്റെ പകുതിക്കു ശേഷം ആക്കാതിരിക്കുക. ഒരാൾ ഷഅബാൻ പകുതിക്ക് ശേഷം നോമ്പ് തുടങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തസഫ ശഅബാൻ ഫലാ തസൂമു, ശഅബാൻ പകുതിയായാൽ നിങ്ങൾ നോമ്പെടുക്കരുത്. അതുപോലെ പ്രിയമുള്ളവരെ, ഈ മാസത്തെക്കുറിച്ച് ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ശഅബാൻ 15 അന്ന് പ്രത്യേകമായി ചില പ്രവർത്തനങ്ങളുണ്ട് എന്ന്. ശഅബാൻ 15 അന്ന് ഒരു പ്രത്യേക നോമ്പുണ്ട് എന്ന് ആളുകൾ പറയുന്നു, ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 15 പ്രത്യേകമായി ചെയ്യാൻ ഒരു പ്രവർത്തനവും പഠിപ്പിച്ചിട്ടില്ല. ഒരു നോമ്പോ ഒരു നിസ്കാരമോ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. അന്നാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ആളുകൾ പറയുന്നു. അത് തീർത്തും തെറ്റാണ്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് റമദാനിലാണ്, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് ആ രാത്രി ശഅബാൻ 15 രാത്രിയല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് പ്രത്യേകമായി ഒരു പ്രവർത്തനവും ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ആ ദിവസത്തേക്ക് പ്രത്യേകമായി ഒരു അമൽ ചെയ്യുക ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ദീനിൽ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പുത്തൻ കാര്യമാണ്. ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ ചെയ്യുവാൻ നമുക്ക് പാടില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത് വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്തുകളെല്ലാം ദലാലത്താണ്, വഴികേടാണ്, അതെല്ലാം നരകത്തിലുമാണ്. അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, റമദാനിന് മുന്നോടിയായി നമ്മേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ പ്രധാനപ്പെട്ട മാസത്തിൽ ഇബാദത്തുകൾ ഉന്മേഷത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് തേടുക എന്നത്. നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ചില്ല എങ്കിൽ നമുക്കാർക്കും നന്മകൾ ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ആ മാസം നമുക്ക് എത്തിച്ചു തരാനും അതിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ നിർവഹിക്കുവാനുമുള്ള തൗഫീഖിന് ചോദിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശുദ്ധമായ ഹൃദയവുമായി ആ മാസത്തിൽ എത്തിച്ചേരാനും അള്ളാഹുവിന് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാനും അവൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. അത് ശുദ്ധിയായാൽ ബാക്കിയെല്ലാം ശുദ്ധമായി, അത് നേരെയായാൽ ബാക്കിയെല്ലാം നേരെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ صلحت صلح الجسد كله واذا فسدت فسد الجسد كله. അറിയണം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നേരെയായാൽ ശരീരം മുഴുവൻ നേരെയായി, അത് നന്നായാൽ ബാക്കി എല്ലാ അവയവങ്ങളും നന്നായി, അത് ദുഷിച്ചു പോയാൽ ബാക്കി എല്ലാ അവയവങ്ങളും ദുഷിച്ചുപോയി. അലാ വഹിയൽ ഖൽബ്, അറിയണം, അതാണ് ഹൃദയം. അതുകൊണ്ട് അത് മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിനെ നന്നാക്കിയവനാണ് വിജയിച്ചവൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അത് ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, അത് തിന്മകളിൽ കുടിച്ചു മൂടിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശുദ്ധീകരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. നബിയുടെ ദുആണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹു എൻ്റെ മനസ്സിന് നീ തഖ്വ നൽകണമേ, എന്നോടുള്ള സൂക്ഷ്മത നൽകണമേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ, നീ അതിനെ ശുദ്ധീകരിക്കണമേ, നീയാണത് ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവൻ. അൻത വലിയുഹാ വമൗലാഹ, നീയാണതിൻ്റെ രക്ഷാധികാരി, നീയാണതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ. അതുകൊണ്ടത് ശുദ്ധീകരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, നാം സൂക്ഷിക്കേണ്ട, നാം ഏറെ ജാഗ്രത പുലർത്തേണ്ട വളരെ മോശമായ ഒരു സ്വഭാവമാണ് ഹസദ് അഥവാ അസൂയ എന്ന് പറയുന്ന സ്വഭാവം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് കാവൽ തേടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ ഷർറിൽ നിന്ന്, അതിൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നോക്കൂ, റബ്ബിനോട് നാം കാവൽ തേടണമെങ്കിൽ അതിൻ്റെ പ്രയാസവും ഉപദ്രവവും നിസാരമായ ഒരു കാര്യമാവുകയില്ല.
അതുകൊണ്ട് ആളുകൾ കേൾക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും അത് ചെറുതായിരിക്കുകയില്ല. അള്ളാഹുവിനോട് കാവൽ തേടാൻ മാത്രമുള്ള പ്രയാസമാണത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഹാസദു, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, പരസ്പരം നിങ്ങൾ അസൂയ വെച്ചുകൂടാ. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ, ഒരുവന് അള്ളാഹു ഒരനുഗ്രഹം നൽകിയാൽ മറ്റൊരാൾ ആഗ്രഹിക്കുകയാണ് അവൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകണം, അതില്ലാതാകണം, അവന് മോശമായ അവസ്ഥ വരണം എന്ന് മറ്റൊരാളെ കുറിച്ച് കൊതിക്കുക. മുസ്ലിമായ തൻ്റെ സഹോദരനെ കുറിച്ച് അവനതാഗ്രഹിക്കുക. ആ അനുഗ്രഹം എനിക്ക് ലഭിക്കണം, അവൻ്റേത് നശിച്ചു പോകണം. ഈ രൂപത്തിലുള്ള ദുഷിച്ച ചിന്തയാണ് ഹസദ് എന്ന് പറയുന്നത്. അതിൻ്റെ അപകടം വളരെ വലുതാണ്. നോക്കൂ, ഒരു അസൂയക്കാരൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ശത്രുവാണ്. കാരണം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ പടപ്പുകൾക്ക് അനുഗ്രഹങ്ങളേകും, അവർക്ക് സമ്പത്ത് നൽകും, സൗന്ദര്യം നൽകും, കുടുംബാംഗങ്ങളെ നൽകും, മക്കളെ നൽകും, അറിവ് നൽകും, പലതും നൽകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ആ അനുഗ്രഹങ്ങളുടെ ശത്രുവാവുക, അതാണ് അസൂയക്കാരൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൂടാതെ അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ, അവൻ്റെ യുക്തിയെ അവൻ എതിർക്കുകയാണ്. അള്ളാഹു ഒരുവന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ അള്ളാഹുവിൻ്റെ യുക്തിയുണ്ട്, അള്ളാഹുവിന് അതിനു പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ അസൂയക്കാരൻ അവൻ പറയുകയാണ്, എന്തിനാണ് അള്ളാഹു അവനിങ്ങനെ കൊടുത്തത്? അവൻ പറയാതെ പറയുന്നു. അവൻ്റെ മനസ്സിൽ അവരാ ഒരു രൂപത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ശത്രുവാവുക, അള്ളാഹുവിൻ്റെ വിധിയെ, അവൻ്റെ യുക്തിയെ അതിനോട് എതിര് പ്രവർത്തിക്കുക. റബ്ബേ, നീ എന്തിനാണ് അവന് ഇങ്ങനെ കൊടുത്തത് എന്ന് അവൻ അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുക. എന്തായിരിക്കും ഫലം? അങ്ങനെ ആലോചിച്ച് അവൻ്റെ ഹൃദയം അസൂയയും പകയും കൊണ്ട് നിറയും. അസൂയയും പകയും കൊണ്ട് നിറഞ്ഞ് അവൻ സ്വയം നശിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ഒരിക്കലും അവന് സമാധാനം ലഭിക്കുകയില്ല, ഒരിക്കലും അവന് സ്വസ്ഥത കിട്ടുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവൻ ഉദ്ദേശിച്ചാലല്ലാതെ ആരുണ്ട് മുടക്കാൻ? അള്ളാഹു ഒരു അടിമക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തടയാൻ ആരുമില്ല. ഒരനുഗ്രഹം ഇവൻ ആരോടാണോ അസൂയ വെക്കുന്നത് അവന് ലഭിച്ചത് കണ്ടാൽ അവൻ്റെ മനസ്സ് പകയും വിദ്വേഷവും കൊണ്ട് നിറയുകയാണ്. അത് വീണ്ടും വർദ്ധിക്കുകയാണ്. അടുത്തത് ലഭിക്കുമ്പോൾ വീണ്ടും, അടുത്തത് ലഭിക്കുമ്പോൾ വീണ്ടും. അങ്ങനെ അവൻ്റെ ഹൃദയം സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥമായി കൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ ഉപദ്രവം ചെയ്യുന്നത് തന്നോട് തന്നെയാണ്, അവനവന് തന്നെയാണ് പ്രയാസം വരുത്തി വെക്കുന്നത്. സമാധാനത്തിൽ ഉണ്ടായിരുന്ന അവൻ്റെ ജീവിതം അവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നശിപ്പിക്കുന്നത്. നോക്കൂ പ്രിയമുള്ളവരെ, അതിൻ്റെ അപകടം എത്ര വലുതാണ്, അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ എത്രമാത്രം ഏറെയാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ലോകത്തെ ആദ്യത്തെ ധിക്കാരത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിൻ്റെ തുടക്കം, അതിൻ്റെ കാരണം എന്തായിരുന്നു? അത് യഥാർത്ഥത്തിൽ അസൂയയായിരുന്നു. ഇബ്ലീസ് അവൻ അള്ളാഹുവിനോടുള്ള ഒന്നാമത്തെ ധിക്കാരം പ്രവർത്തിക്കാനുള്ള കാരണം മനുഷ്യരുടെ പിതാവ്, നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനോടുള്ള അസൂയയായിരുന്നു. അള്ളാഹു ആദം അലൈഹിസ്സലാമിന് ഇബ്ലീസിന് നൽകാത്ത പ്രത്യേകതകൾ നൽകി. അള്ളാഹു അവൻ്റെ കരം കൊണ്ട്, അവൻ്റെ ഇരു കൈകൾ കൊണ്ട് പടച്ച പടപ്പാണ് ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ പിതാവ്. അള്ളാഹു അവൻ്റെ മലക്കുകളോട് ആദരവിൻ്റെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ആദമിന്. അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ആദമിന് വാസസ്ഥലം നൽകി. അള്ളാഹു എല്ലാ പേരുകളും ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ നോക്കൂ, ഇബ്ലീസിന് അത് സഹിക്കാൻ സാധിക്കാതെയായി. അവൻ അസൂയ മൂത്ത്, ആ അസൂയ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നതിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു. വലഇയാദു ബില്ലാഹ്, നമ്മളേറെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒരാളോട് ദുനിയാവിൻ്റെ പേരിലായിരിക്കും അസൂയ തോന്നുന്നത്. ഒടുവിൽ ആ വിദ്വേഷം അവൻ പറയുന്ന ദീനിനോടുമുള്ള വിദ്വേഷമായി മാറിപ്പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്ലീസിന് സംഭവിച്ചത് എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇബ്ലീസ് മലായിക്കത്തിൻ്റെ കൂട്ടത്തിലല്ലായിരുന്നിട്ടും, അവൻ മലക്കല്ല, അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടവനാണ്. എന്നിട്ടും മലക്കുകളുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചവനായിരുന്നു ഇബ്ലീസ്. അങ്ങനെ അള്ളാഹുവിനെ രാവും പകലും ഇല്ലാതെ ആരാധിച്ചവൻ. പക്ഷേ ഈ ദുസ്വഭാവം, അസൂയ എന്ന വിപത്ത് അവനെ കൊണ്ടെത്തിച്ച അപകടം നോക്കൂ നിങ്ങൾ.
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നവൻ പിന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും എല്ലാ തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും അശ്ലീലതകളിലേക്കും കുഫറിലേക്കുമെല്ലാം ആളുകളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന, തിന്മകളിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന അങ്ങേയറ്റം നിന്ദ്യമായ പ്രവർത്തനങ്ങളുടെ ആളായി മാറി. അവനും അവന്റെ സൈന്യവും അത് നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിന്റെ ശത്രുവായി, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ശത്രുവായി മാറി. അവന്റെ തിന്മയുടെ തുടക്കം യഥാർത്ഥത്തിൽ അസൂയയായിരുന്നു. വൽഇയാദു ബില്ലാഹ്. നിങ്ങൾ നോക്കൂ, ലോകത്തെ ആദ്യത്തെ കൊലപാതകം അത് എന്തിന്റെ പേരിലായിരുന്നു നടന്നത്? അത് അസൂയയായിരുന്നു അതിനു പിന്നിലുള്ള കാരണം. ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കൾ, അവരിൽ ഒരാൾക്ക് അള്ളാഹു കൂടുതൽ പ്രത്യേകതകൾ നൽകി, മറ്റേയാൾക്ക് നൽകിയില്ല. തൻ്റെ സ്വന്തം സഹോദരനോട് അസൂയ വെക്കുകയും ഒടുവിൽ തൻ്റെ സ്വന്തം സഹോദരനെ തൻ്റെ കൈകൊണ്ട് കൊന്നുകളയുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആദം അലൈഹിസ്സലാമിൻ്റെ ദൗർഭാഗ്യവാനായ ആ മകൻ ചെന്നുപെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന ഏതേത് കൊലപാതകങ്ങൾക്കും ഏതേത് കൊലപാതകങ്ങളുടെയും ഒരു ഓഹരി ആദം അലൈഹിസ്സലാമിൻ്റെ ആ മകൻ ഉണ്ടായിരിക്കും. കാരണം അന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, കൊലപാതകമെന്ന ഈ നിഷ്ഠൂരമായ പാതകം ആദ്യം ചെയ്ത് ജനങ്ങൾക്ക് ആ മോശമായ മാതൃക കാണിച്ചു കൊടുത്തവൻ അവനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തിന്മകൾ നന്മകൾ ഇത് രണ്ടും രേഖപ്പെടുത്തുന്നതിന്റെ പുറമെ അതിന്റെ ഫലങ്ങളും രേഖപ്പെടുത്തും. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അള്ളാഹു പറഞ്ഞില്ലേ, അവർ പ്രവർത്തിച്ചതും അതിൻ്റെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നതാണ്. നീ ഒരു നന്മ തുടങ്ങി വെച്ചോ, നിന്നെ കണ്ട് ആളുകൾ അത് ചെയ്തുവോ, നീ പഠിപ്പിച്ചു കൊടുത്ത ഒരു നന്മ അത് ആളുകൾ സ്വീകരിച്ചുവോ, അവരത് ചെയ്യുന്നേന് അതിൻ്റെ പ്രതിഫലം അവരുടേതൊട്ടും കുറയാതെ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനാണ് മിഫ്താഹുൽ ഖൈർ, നന്മയുടെ താക്കോലുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്മയുടെ താക്കോലുകളാവുക, തിന്മകൾ അടച്ചുപൂട്ടുന്നവരാവുക. നേരെ തിരിച്ച് നീ ഒരു തിന്മ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിന്നെ കണ്ട് ആളുകൾ അത് പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യാനുള്ള സൗകര്യം നീ നിന്റെ മക്കൾക്കോ നിന്റെ കീഴിലുള്ളവർക്കോ ചെയ്തു കൊടുത്തു. അവരാ തിന്മ ചെയ്യുന്ന കാലത്തോളം അവരുടെ പാപത്തിന്റെ ഫലമൊട്ടും കുറയാതെ നിന്റെ കണക്കിലേക്കും ആ തിന്മകൾ വന്നുകൊണ്ടിരിക്കും. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഷർറിന്റെ താക്കോലുകൾ, തിന്മയുടെ താക്കോലുകൾ, നന്മകൾ അടച്ചുപൂട്ടുന്നവർ. അങ്ങനെയുള്ളവർ നമ്മൾ ആകാതിരിക്കുക. ആദം അലൈഹിസ്സലാമിന്റെ മകനെ ഈ മോശമായ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്? അസൂയയാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു ആദമിന്റെ മകനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, തൻ്റെ സഹോദരനെ കൊന്ന് അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു. ഒടുവിൽ ആ സഹോദരന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്നറിയാതെ വിലപിക്കുകയാണ്. ഒരു കാക്ക വന്ന് അത് ഭൂമിയിൽ കൊത്തുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇങ്ങനെ ചെയ്താൽ മതി. അവൻ വിലപിക്കുകയാണ്, ഇതാ ഈ കാക്കയെ പോലെ പോലും എൻ്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യാനുള്ള ഒരു വെളിച്ചം എനിക്ക് ലഭിച്ചില്ലല്ലോ, അതിനുള്ള യുക്തി പോലും ഇല്ലാതെ പോയല്ലോ. ഫഅസ്ബഹ മിനൻ നാദിമീൻ, അവൻ അങ്ങേയറ്റം ഖേദിച്ചവരുടെ കൂട്ടത്തിലായി പോയി. എന്ത് കാര്യമാണുള്ളത്? ഒരുവന്റെ ജീവൻ എടുത്തിട്ട് തിന്മകൾ പ്രവർത്തിച്ചിട്ട് ജനങ്ങളോട് അക്രമം പ്രവർത്തിച്ചിട്ട് ആ അക്രമത്തിന്റെ പ്രയാസങ്ങൾ ആളുകൾ അനുഭവിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ പിന്നീട് ഖേദത്തിന് ഫലമുണ്ടാവുകയില്ല. ഇങ്ങനെ മോശമായ അവസ്ഥയിലേക്ക് ആദം അലൈഹിസ്സലാമിന്റെ മകനെ കൊണ്ടെത്തിച്ചത് അസൂയയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കുഫറിലേക്ക് വൻ പാപങ്ങളിലേക്ക് വരെ നമ്മെ പിന്നീട് കൊണ്ടെത്തിച്ചേക്കാവുന്ന കാര്യമാണ് അസൂയ എന്ന്. ഇതാർക്കും സംഭവിക്കാം. നമ്മൾ അറിയാതെ നമ്മിൽ ഇത് കടന്നുകൂടാം. നമ്മൾ വിചാരിക്കും നമുക്ക് ആരോടും അസൂയ ഉണ്ടാവുകയില്ല, പക്ഷെ ഉണ്ടാകും. ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമുക്കതത്ര രുചിക്കുന്നില്ല, രസിക്കുന്നില്ല. അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലെവിടെയോ ഒരു സന്തോഷം തോന്നുകയാണ്. എങ്കിൽ സഹോദരങ്ങളെ, ആ മഹാ അപകടം, ആ മോശമായ രോഗം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, ചികിത്സിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അസൂയയാകട്ടെ, എല്ലാവിധ മോശമായ സ്വഭാവങ്ങളാകട്ടെ, നമുക്കതിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുകയും അതിൽ നന്മ നിറക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനുകളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവരുടെ കൂട്ടത്തിൽ വിശേഷിപ്പിച്ച ഒരു കൂട്ടരാണ് യഹൂദികൾ.
അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ അവരുടെ നാശത്തിന് കാരണമായ പ്രധാനപ്പെട്ട അവരുടെ ദുസ്വഭാവമായി എണ്ണിയിട്ടുള്ളത് അസൂയയാണ്. നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റിസാലത്തുമായി വന്നപ്പോൾ മറ്റാരെക്കാളും യഹൂദികൾക്കറിയാമായിരുന്നു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണ് എന്ന്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അള്ളാഹു പറഞ്ഞത് സ്വന്തം മക്കളറിയാവുന്നതുപോലെ അവർക്ക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമെന്നായിരുന്നു. അത്രയും വ്യക്തമായ അടയാളങ്ങൾ അവരുടെ കിതാബിൽ വന്നത്, അന്ത്യപ്രവാചകൻ്റെതായി വന്നത്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒത്തുവരുന്നത് അവർക്ക് കാണാമായിരുന്നു. ഒരുവന് തൻ്റെ മകളെ ഏതാൾക്കൂട്ടത്തിനിടയിലും തിരിച്ചറിയാൻ സാധിക്കുമെന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞ റസൂൽ തന്നെയാണ് എന്ന് അവർക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്താണ് അവരെ ഇത്ര വലിയ നിഷേധത്തിലേക്ക്, മുസ്ലിമീങ്ങളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്? അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറയുകയാണ്, വദ്ദ കസീറുൻ മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അഹ്ലുൽ കിതാബിൽ അധിക പേരും നിങ്ങൾക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് തെറ്റിച്ച് കുഫറിലേക്ക്, മതനിഷേധത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു, പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അതിയായി അവർ ആഗ്രഹിക്കുന്നു. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ ഉള്ളിലുള്ള അസൂയ കൊണ്ടാണത്. അസൂയ കൊണ്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത അസൂയയും പകയും. എത്ര തവണയാണ് അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചത്? നബിയെ, ചർച്ചയ്ക്ക് വന്ന നബിയെ മുകളിൽ നിന്ന് ഭാരമേറിയ വസ്തു തലക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഖൈബറിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്തതാരാണ്? യഹൂദികളാണ്. മുശ്രിക്കുകളെ മദീനയിൽ വന്ന് യുദ്ധം ചെയ്യാനായി പ്രേരിപ്പിക്കുകയും മുസ്ലിമീങ്ങളാണ് തങ്ങളുടെ ദീനിനോട് കൂടുതൽ അടുത്തത് എന്ന് യഹൂദികൾക്കറിയാം. മുസ്ലിമീങ്ങളാണോ അതല്ല ബിംബാരാധകരായ മുശ്രിക്കുകളാണോ യഹൂദ മതത്തോട് കൂടുതൽ അടുത്തവർ? അവർക്കറിയാം മുസ്ലിമീങ്ങളാണ് എന്ന്. പക്ഷേ മക്കയിൽ ചെന്നു ശത്രുക്കൾ ചോദിച്ചു, നിങ്ങൾ പറയൂ, നിങ്ങൾ കിതാബ് പഠിച്ചവരല്ലേ, ഞങ്ങളാണോ വിഗ്രഹാരാധകരായ ഞങ്ങളാണോ അതല്ല മുഹമ്മദും കൂട്ടനാണോ ഏറ്റവും നല്ല വഴിയിലുള്ളത്? അവർ പറഞ്ഞു, ഹഉലാഇ അഹ്ദാ മിനല്ലദീന ആമനു സബീലാ, ഈ ബിംബാരാധകനാണ്, ഒരു ഗ്രന്ഥവും കിതാബും ഒരു നബിയെയും അംഗീകരിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളാണ് മുസ്ലിമീങ്ങളെക്കാൾ നല്ലത് എന്നുവരെ അവർ പറഞ്ഞു കളഞ്ഞു. എന്ത് കാരണത്താൽ? അസൂയ കാരണത്താൽ, പക കാരണത്താൽ, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് അവർ വിധേയരായി. നോക്കൂ, എവിടെ ആളുകളെ ഇത് കൊണ്ടെത്തിക്കും, എത്രമാത്രം അപകടത്തിലേക്ക് ആളുകളെ ഈ രൂപത്തിലുള്ള ചിന്തകൾ കൊണ്ടെത്തിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കുറിച്ച് പറയുകയുണ്ടായി, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ആളുകൾക്ക് നൽകിയതിനോട് അവർ അസൂയ വെക്കുകയാണോ? അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അവൻ്റെ ഔദാര്യം നൽകിയിട്ടുണ്ട്. ആ മഹാനായ നബിയുടെ സന്താന പരമ്പരകളിൽ പലരെയും നബിമാരാക്കി അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അസൂയയും പകയും, മുസ്ലിമീങ്ങളോടുള്ള അസൂയയും വിദ്വേഷവും അവരെ ഈ തരത്തിൽ അങ്ങേയറ്റം ക്രൂരന്മാരാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ചില ആളുകൾ പറഞ്ഞതുപോലെ അസൂയക്കാരൻ്റെ സ്ഥിതി കൊടും വിഷം ഉള്ളിൽ നിറഞ്ഞ ഒരു സർപ്പത്തെ പോലെയാണ്, പാമ്പിനെ പോലെയാണ്. ആ വിഷം അങ്ങ് തുപ്പിക്കളഞ്ഞാലല്ലാതെ അവന് സമാധാനം ലഭിക്കുകയില്ല, അവന് സ്വസ്ഥത ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ഈ ഒരു ദുസ്വഭാവം നമ്മിൽ കടന്നു വരാതിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ ഹസദ ഇല്ലാ ഫി ഇത്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. റജുലുൻ അതാഹു അല്ലാഹു മാലൻ ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, അയാൾ നല്ല കാര്യത്തിൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ അത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വറജുലുൻ അതാഹു അല്ലാഹുൽ ഹിക്മ ഫഹുവ യഖ്ദി ബിഹാ വയുഅല്ലിമുഹാ, അല്ലാഹു ഒരുവന് വിജ്ഞാനം നൽകി, യുക്തി നൽകി, അതനുസരിച്ച് അവൻ വിധിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടു കൂട്ടരോട് ഒരു നിലക്കുള്ള ഹസദാകാം. ഏത് ഹസദാണത്? അവൻ്റെ പണം നശിച്ചു പോകട്ടെ, അവൻ്റെ അറിവ് തുലഞ്ഞു പോകട്ടെ,
എന്ന് അസൂയയല്ല, മറിച്ച് അവനെ പോലെ എനിക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എനിക്കും അതുപോലെ നന്മകൾ ചെയ്യാമായിരുന്നു എന്ന അസൂയയാണ്. അവന് സമ്പത്ത് ലഭിക്കുന്നത് കണ്ടാൽ, അറിവ് വർദ്ധിക്കുന്നത് കണ്ടാൽ നിനക്ക് പ്രയാസം തോന്നാൻ പാടില്ല, അത് മോശമായ അസൂയയാണ്. അതേസമയം നിനക്കും അതുപോലെ കിട്ടിയിരുന്നുവെങ്കിൽ നിനക്കും അതുപോലെ ചെയ്യാമായിരുന്നു എന്ന ആഗ്രഹത്തിൽ തെറ്റില്ല. അബൂ കബ്ഷ അൽ അൻമാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലു ഹാദിഹിൽ ഉമ്മത്തി കമസലി അർബഅതി നഫർ. ഈ ഉമ്മത്തിന്റെ ആളുകളുടെ സ്ഥിതി 4 കൂട്ടരെ പോലെയാണ്. ഈ 4 കൂട്ടരല്ലാതെ മറ്റൊരു കൂട്ടർ ആളുകളിലില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, നിങ്ങൾ ആരിലാണ്, ഏത് കൂട്ടരിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുക എന്ന് ചിന്തിച്ചു നോക്കുക. ഖൽബ് അറിയുന്നവൻ അല്ലാഹുവാണ്, ഹൃദയം അറിയുന്നവൻ റബ്ബാണ്. ഇതിൽ ആരാണ്, ഏത് കൂട്ടരിലാണ് ഞാനും നിങ്ങളും എന്ന് ആളുകളുടെ മുന്നിൽ നമ്മൾ എന്തു പറഞ്ഞാലും, ആളുകളുടെ മുന്നിൽ എന്ത് നടിച്ചാലും ഭാവിച്ചാലും അള്ളാഹുവിനറിയാം, റബ്ബിനറിയാം. ആലോചിക്കുക, ഇതിലേതിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുക എന്ന് ആലോചിക്കുക. ഇതിൽ മോശമായ കൂട്ടരിലാണോ തിരുത്തുക പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് സഹായം തേടുക. അതിൽ നമ്മളെല്ലാം പരലോകത്ത് ചെല്ലേണ്ടവരാണ്. എല്ലാവരുടെയും ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരാളും ഇവിടെ ബാക്കിയാവുകയില്ല. നല്ലവനാകട്ടെ മോശക്കാരനാകട്ടെ, അക്രമിയാകട്ടെ അക്രമിക്കപ്പെട്ടവനാകട്ടെ, മർദ്ദകനോ മർദ്ദിതനോ ആകട്ടെ, ആരാകട്ടെ, എല്ലാവരുടെയും ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ സമയത്തിൻ്റെ ബറക്കത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കഴിഞ്ഞ കഴിഞ്ഞ് ഈ ജുമഅയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. എത്ര പെട്ടെന്ന്, ദിവസങ്ങൾ കണക്കെ ആഴ്ചകൾ തീരുന്നു, ആഴ്ചകൾ കണക്കെ മാസങ്ങൾ തീരുന്നു, മാസങ്ങൾ കണക്കെ വർഷങ്ങൾ തീരുന്നു. അല്ലേ, ഓരോ പകലുകളും രാവുകളും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചതുപോലെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തീരുന്നത് ഞാനും നിങ്ങളുമാണ്. പ്രിയമുള്ളവരെ, ആലോചിക്കുക. അബൂ കബ്ഷ അൽ അൻമാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആളുകൾ 4 കൂട്ടരാണ്. رجل آتاه الله مالا وعلما فهو يعمل بعلمه في ماله ينفقه في حقه. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി, അറിവും നൽകി, മതവിജ്ഞാനവും നൽകി. അവൻ തൻ്റെ സമ്പത്ത് കൊണ്ട് താൻ പഠിച്ചതിനനുസരിച്ച് നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നല്ല കാര്യത്തിന് അത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. വറജുലുൻ ആതാഹു അല്ലാഹു ഇൽമൻ വലം യുതിഹി മാലൻ. രണ്ടാമത്തെ ആൾ ആരാണ്? അയാൾക്ക് അറിവുണ്ട്, വിജ്ഞാനമുണ്ട്, ഉപകാരപ്പെടുന്ന അറിവുണ്ട്, പക്ഷെ സമ്പത്ത് കയ്യിലില്ല. ഫഹുവ യഖൂൽ, അവൻ പറയുന്നു, ലൗ കാന ലി മിസ്ലു ഹാദാ അമിൽതു ഫീഹി മിസ്ല അല്ലദി യഅമൽ. എനിക്കും ഇദ്ദേഹത്തെ പോലെ സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും ഈ പഠിച്ചറിഞ്ഞ നന്മകൾക്കനുസരിച്ച് അയാൾ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുമാ ഫിൽ അജ്രി സവാ. നബി പറയുകയാണ്, അവർ 2 കൂട്ടരും, അവർ 2 പേരും പ്രതിഫലത്തിൽ ഒരേപോലെയാണ്. 2 കൂട്ടർക്കും ഒരേ പ്രതിഫലമാണുള്ളത്. വറജുലുൻ ആതാഹു അല്ലാഹു മാലൻ വലം യുതിഹി ഇൽമൻ. മൂന്നാമനാരാണ്? അവൻ അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട്, പക്ഷെ വിവരമില്ല, അവൻ ഉപകാരപ്രദമായ വിജ്ഞാനമില്ല. ഫഹുവ യഖ്ബിതു ഫി മാലിഹി യുൻഫിഖുഹു ഫി ഗൈരി ഹഖ്ഖിഹി. അവൻ ആ സമ്പത്ത് കൊണ്ട് അന്യായമായ വഴിയിൽ അത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, അശ്ലീലതകൾ, തെറ്റുകൾ, തിന്മകൾ, ഇതെല്ലാം തൻ്റെ സമ്പത്ത് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വറജുലുൻ ലം യുതിഹില്ലാഹു ഇൽമൻ വല മാലൻ. നാലാമനാരാണ്? അവന് സമ്പത്തുമില്ല, ഒട്ടു വിവരവുമില്ല, അറിവുമില്ല, പണവുമില്ല. ഫഹുവ യഖൂൽ, അവൻ പറയുന്നു, ലൗ കാന ലി മിസ്ലു ഹാദാ. ഇതാ, ഇവനെ പോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ, ഈ തോന്നിവാസിയായ പണക്കാരനുണ്ടല്ലോ, അവനെ പോലെ എനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ, അമിൽതു ഫീഹി മിസ്ല അല്ലദി യഅമൽ. അവൻ ചെയ്യുന്നത് പോലെയൊക്കെ എനിക്കും ചെയ്യാമായിരുന്നു, എനിക്ക് വെക്കേണ്ടതൊക്കെ ചെയ്യാമായിരുന്നു. അവൻ എവിടെയൊക്കെ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ ആസ്വദിച്ചുകൊണ്ട്, അതുപോലെ എനിക്കും ജീവിക്കാമായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അവന്റെ ചിന്ത അതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുമാ ഫിൽ വിസ്രി സവാ. നബി പറയുന്നു, അവർ 2 കൂട്ടരും തിന്മയിൽ, പാപത്തിൽ ഒരുപോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം നീയത്താണ് അല്ലാഹു പരിഗണിക്കുക. തിന്മകൾ ചെയ്യാൻ എല്ലാ ആശയും കയ്യിലുണ്ട്, എല്ലാ ആശയും ഉള്ളിലുണ്ട്. അതിനുള്ള അവസരം ലഭിക്കുക മാത്രമേ വേണ്ടൂ. അള്ളാഹുവിൻ്റെ ഖദറൊന്നുകൊണ്ട് മാത്രമാണ് അവൻ തിന്മ ചെയ്യാത്തത്. അവൻ തിന്മ ചെയ്തവനെ പോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിന്മ ഉദ്ദേശിക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ്? തിന്മ മനസ്സിൽ തോന്നിപ്പോയി,
ഒരു തിന്മ ചെയ്യാൻ മനസ്സിൽ ചിന്ത വന്നു. പക്ഷെ അള്ളാഹുവിന് വേണ്ടി നീ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് തിന്മ രേഖപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല, നന്മ ചെയ്തതായി രേഖപ്പെടുത്തും. യാ സുബ്ഹാനല്ലാഹ്. അതാർക്കാണ് തിന്മ ചെയ്യാൻ തോന്നലുണ്ടായി? മനുഷ്യരാണ്. അവരുടെ മനസ്സിൽ തിന്മകളെ കുറിച്ചുള്ള ചിന്ത വന്നുകൊണ്ടേയിരിക്കും. ആരാകട്ടെ, അള്ളാഹുവിനെ പേടിച്ച് നീ അത് ഉപേക്ഷിച്ചാൽ അള്ളാഹു പറയും, ഇന്നമാ തറകഹു മിൻ ജറാഇ, എനിക്ക് വേണ്ടിയാണ്, എന്നെ പരിഗണിച്ചിട്ട് എനിക്ക് വേണ്ടിയാണ്, എന്നെ ഭയന്നിട്ടാണ് അവനത് ഉപേക്ഷിച്ചത്. അള്ളാഹുവിൽ പ്രതിഫലമുണ്ട്. അതേസമയം തിന്മ ചെയ്യാൻ മനസ്സിൽ ചിന്ത വന്നു, അതിനുള്ള എല്ലാ തീരുമാനവും എടുത്തു, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി, അള്ളാഹുവിൻ്റെ ഖദറൊന്നും കൊണ്ട് മാത്രം ചെയ്യാൻ സാധിച്ചില്ല, ചെയ്തതുപോലെയാണ് കുറ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽഖാതിലു വൽമഖ്തൂലു ഫിന്നാർ. രണ്ട് മുസ്ലിമീങ്ങൾ വാളുകളുമായി പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിനാണ്. സഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ, നബി ഇതാ കൊന്നവന്റെ കാര്യം ശരി, കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിലാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, തൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ അവൻ അങ്ങേയറ്റം പരിശ്രമിച്ചവനും ആഗ്രഹിച്ചവനുമായിരുന്നു. അവൻ അതിന് വന്നവനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദറൊന്നുകൊണ്ട് മാത്രം അവൻ കൊന്നവനായില്ല, കൊല്ലപ്പെട്ടവനായി. ഇതുപോലെ സഹോദരങ്ങളായി പോകരുത്. നന്മ ചെയ്യുക, നന്മ ചെയ്യുക. നന്മ ചെയ്യാനുള്ള തൗഫീഖില്ലേ, അതിനുള്ള പണമില്ലേ, കഴിവില്ലേ, ആരോഗ്യമില്ലേ, അത് ചെയ്യാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക. തിന്മ ചെയ്യാതിരിക്കുക, അത് ചെയ്യാൻ ആഗ്രഹിക്കാതിരിക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക. റമദാനിന് മുമ്പ് അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നാം നന്മ ആഗ്രഹിക്കുക, തിന്മ ആഗ്രഹിക്കാതിരിക്കുക. തിന്മ ആഗ്രഹിക്കലാണ് യഥാർത്ഥത്തിൽ അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു നല്ല ആളോടാണ് നമ്മൾ അസൂയ വെക്കുന്നതെങ്കിൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമക്ക് പലതും നൽകുന്നു, അതിൽ നീ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇനി ഒരു മോശക്കാരനായ ആൾക്ക് അള്ളാഹു ദുനിയാവിൽ ചിലപ്പോൾ നല്ലത് നൽകിയേക്കാം. ഖാറൂൻ അള്ളാഹു വലിയ പണം നൽകിയിട്ടുണ്ട്. അള്ളാഹു സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും. ഈമാൻ അവൻ ഇഷ്ടപ്പെടുന്നവനല്ലാതെ കൊടുക്കുകയില്ല, ഇഷ്ടപ്പെടുന്നവന് മാത്രമാണ് ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖാറൂൻ അള്ളാഹു വലിയ പണം കൊടുത്തു, അവൻ്റെ താക്കോലുകൾ വഹിക്കാൻ മാത്രം മല്ലന്മാരായ പല ആളുകളും വേണ്ടി വന്നിരുന്നു. വിവരമില്ലാത്ത ആളുകൾ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. ഖാറൂനെ പോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നുവെങ്കിൽ വലിയ ഭാഗ്യവാനാണ് അയാൾ. വിവരമുള്ള ആളുകൾ പറഞ്ഞു, വൈലക്കും, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ. അല്ലാഹുവിൻ്റെ പ്രതിഫലം വിശ്വസിച്ചവർക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് വലുത്. ക്ഷമാശീലരല്ലാതെ അത് നേടിയെടുക്കുകയില്ല. എന്തു സംഭവിച്ചു? അവനും അവന്റെ സമ്പത്തും കൊട്ടാരങ്ങളുമെല്ലാം ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിയിലേക്ക് ആണ്ടാണ്ടു പോകുന്നു. ഇന്നലെ വരെ ബോധമില്ലാത്തവർക്ക് അത് കണ്ടപ്പോൾ വിവരം വന്നു, അവർക്ക് ബുദ്ധി വെച്ചു. അവർ പറഞ്ഞു, അള്ളാഹു ഖാറൂനെ പോലെ ഞങ്ങളാക്കാതിരുന്നത് എത്ര ഭാഗ്യമായി. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന് അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളും അവനെ പോലെ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടേനെ എന്ന് അവർക്ക് ബുദ്ധി വെച്ചു. അതുകൊണ്ട് രണ്ട് കൂട്ടത്തിലായാലും, നല്ലവനായാലും മോശക്കാരനായാലും അവനോട് അസൂയ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മോശക്കാരനാണ് എങ്കിൽ അള്ളാഹു അവനെ പടിപടിയായി പിടികൂടുന്നതായിരിക്കും. അവന് സമയം നീട്ടി പിന്നീട് അവനെ ഒറ്റയടിക്ക് പിടികൂടാൻ, രക്ഷപ്പെടാനാകാത്ത രൂപത്തിൽ ശിക്ഷിക്കാനായിരിക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് അവൻ്റെ ഉദാരത്തിൽ നിന്ന് ചോദിക്കുക, നിനക്ക് നൽകിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് അള്ളാഹു നൽകിയത് കണ്ട് അതിന്മേൽ ഇങ്ങനെ ആഗ്രഹം വെച്ച് നിങ്ങൾ നടക്കരുത്. ലിർരിജാലി നസീബും മിമ്മാ കസബു വലിന്നിസാഇ നസീബും മിമ്മാ ഇക്തസബൻ വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമാ. ആണിനും പെണ്ണിനുമുള്ള സ്വത്ത് ഓഹരി വെക്കുന്ന, അതിൻ്റെ ഓഹരി പഠിപ്പിച്ചു തരുന്ന ആയത്തുകൾക്ക് ശേഷം അള്ളാഹു സൂറത്തു നിസായിൽ പറഞ്ഞത് കാണാം. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതുണ്ട്, അവർക്കുള്ളതുണ്ട്. സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതുണ്ട്. അള്ളാഹുവിനോട് അവൻ്റെ ഉദാരത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക. മറ്റവനെ കുറിച്ച് ആലോചിച്ച് ബേജാറാകാതിരിക്കുക. അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്. അതുകൊണ്ട് ഖൽബ് ശുദ്ധീകരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആരോടെങ്കിലും അസൂയ തോന്നുന്നുണ്ടോ അവന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. നിനക്കാണ് അതിൻ്റെ സൽഫലം ലഭിക്കുക. നിന്റെ കാര്യത്തിൽ മുഴുകുക, അവനവൻ്റെ കാര്യം നോക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരുവൻ്റെ ഇസ്ലാം അത് നേരായ ഇസ്ലാമാണെന്നതിൻ്റെ അടയാളമാണ് ആവശ്യമില്ലാത്തത് അവൻ ഒഴിവാക്കുക എന്നത്.
അള്ളാഹു നിനക്ക് നിർബന്ധമാക്കി പുണ്യകരമായ നിന്റെ ജോലിയും നിന്റെ കാര്യവും അതുകൊണ്ട് ജീവിക്കുക സഹോദര. വലിയ റാഹത്ത് അതിലുണ്ടാകും. അതുപോലെ അസൂയക്കാരുടെ അസൂയ അതിൻ്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തൗഹീദ് ഉറപ്പിക്കുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാവുക. ഒരു സന്ദർഭത്തിലും അവനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക, അവനിൽ തവക്കുലാക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക. ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, ദുആകൾ, ഇതിലെല്ലാം ശ്രദ്ധ പുലർത്തുക. സദഖകൾ നൽകുക, ദാനധർമ്മങ്ങൾ നൽകുക. അത് മുസീബത്തുകളെ തടുക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും മോചനം നൽകുമാറാകട്ടെ. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. اللهم احفظنا واحفظ المسلمين في بلادنا واحفظ المسلمين في كل مكان. اللهم احفظنا وأموالنا وأعراضنا ودماءنا ومقدساتنا ومساجدنا وذرياتنا ونساءنا يا رب العالمين. اللهم منزل الكتاب مجري السحاب هازم الأحزاب سريع الحساب من أراد بنا أو بالمسلمين سوءا فأشغلهم بأنفسهم. اللهم رد كيدهم إليهم. اللهم أشغلهم بأنفسهم ورد كيدهم إليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اكفناهم بما شئت. اللهم اكفناهم بما شئت. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا وجننا وإنسنا. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد.